ഇന്ത്യയുടെ ഭൂപടം ശ്രദ്ധിച്ചാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ പ്രധാന ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഒരു പ്രദേശം കാണാം. വെറും 20 മുതൽ 22 കിലോമീറ്ററോളം മാത്രം വീതിയുള്ള കോഴിയുടെ കഴുത്തുപോലെ ഇത്രയും വീതി കുറഞ്ഞ ഈ ഭൂഭാഗത്തെ പ്രതിരോധ വിദഗ്ധർ ചിക്കൻ സ്നെക്ക് അഥവാ സിലിഗുരി കൊറിഡോർ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഈ സുരക്ഷാ ജീവനാഡിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിർണായകമായ ചില രാഷ്ട്രീയ സൈനിക നീക്കങ്ങൾ നടക്കുകയുണ്ടായി. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി സുദേവു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ BJP സർക്കാർ അധികാരമേറ്റയുടൻ കൈക്കൊണ്ട ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനം ഈ സിലിഗുരി കൊറിഡോറിലെ 120 ഏക്കറോളം ഭൂമി കേന്ദ്ര സർക്കാരിന് വിട്ടു നൽകുക എന്നതായിരുന്നു. ദേശീയ സുരക്ഷയുടെയും അതിർത്തി സംരക്ഷണത്തെയും സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണിത്. രാജ്യത്തിന്റെ പരമാധികാരവും ഭൂമിശാസ്ത്രപരവുമായ അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ ഭൂമി കൈമാറ്റം എങ്ങനെ സഹായിക്കുമെന്നും പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ മാറ്റം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വരുത്തിയ വലിയ തിരുത്തലുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള ഒരേയൊരു പ്രവേശന കവാടമാണ് സിലിഗുരി കൊറിഡോർ. അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, സിക്കിം എന്നീ 8 സംസ്ഥാനങ്ങളിലേക്ക് സൈനിക നീക്കങ്ങൾ നടത്താനും അവശ്യ വസ്തുക്കൾ എത്തിക്കാനും രാജ്യം പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഈ ഇടുങ്ങിയ പാതയെയാണ്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ അന്താരാഷ്ട്ര അതിർത്തികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് സിലിഗുരി. ഇതിലുപരിയായി ചൈനയുടെ ടിബറ്റൻ താഴ്വരയുമായി ഇതിന് വളരെ കുറഞ്ഞ ദൂരം മാത്രമാണുള്ളത്. ഏതെങ്കിലും ഒരു യുദ്ധ സാഹചര്യത്തിൽ ശത്രുരാജ്യങ്ങൾ ഈ 20 കിലോമീറ്റർ പാത ഉപരോധിച്ചാൽ വടക്ക് കിഴക്കൻ ഇന്ത്യ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ സംജാതമാകും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തെ ഇന്ത്യയുടെ ഏറ്റവും ദുർബലവും എന്നാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതുമായ സുരക്ഷാ കവചമായി പ്രതിരോധ മന്ത്രാലയം കാണുന്നത്. ബംഗാൾ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ തന്നെ കൈക്കൊണ്ട ഈ തീരുമാനത്തിലൂടെ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് അഥവാ BSFന് ഈ ഭൂമി ഉടൻ തന്നെ കൈമാറും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ അടുത്ത 45 ദിവസത്തിനുള്ളിൽ ഭൂമി പൂർണ്ണമായും ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ഭൂമി ലഭ്യമാകുന്നതോടെ BSFന് അതിർത്തിയിൽ അവശേഷിക്കുന്ന വേലികെട്ടൽ പ്രക്രിയകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഇത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളിലൊന്നായ അനധികൃത കുടിയേറ്റത്തിനും നുഴഞ്ഞുകയറ്റത്തിനും വലിയൊരു പരിധിവരെ തടയിടും. മുൻപ് ഈ പ്രദേശങ്ങളിൽ കൃത്യമായ അതിർത്തി നിർണയമോ വേലികളോ ഇല്ലാത്തത് കള്ളക്കടത്തുകാർക്കും തീവ്രവാദികൾക്കും സുരക്ഷിതമായ താവളമൊരുക്കിയിരുന്നു. എന്നാൽ പുതിയ നീക്കത്തിലൂടെ കേന്ദ്ര ഏജൻസികൾക്ക് ഇവിടെ കടുത്ത നിരീക്ഷണ സംവിധാനങ്ങളും ആധുനിക പ്രതിരോധ സജ്ജീകരണങ്ങളും ഒരുക്കാൻ സാധിക്കും. ഈ ഭൂമി കൈമാറ്റത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. പശ്ചിമ ബംഗാളിൽ മുൻപുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ് ഭരണകൂടം പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം തന്ത്രപ്രധാനമായ ആവശ്യങ്ങളോട് കടുത്ത വിമുഖതയാണ് കാണിച്ചിരുന്നത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല പദ്ധതികളും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ കുടുങ്ങി വർഷങ്ങളോളം ഫയലുകളിൽ വിശ്രമിക്കുകയായിരുന്നു. പ്രാദേശിക വോട്ട് ബാങ്ക് രാഷ്ട്രീയവും കേന്ദ്രത്തോടുള്ള രാഷ്ട്രീയ വിരോധവും കാരണം മുൻ സർക്കാർ തള്ളിക്കളഞ്ഞ നിർദ്ദേശങ്ങൾക്കാണ് പുതിയ BJP സർക്കാർ മിന്നൽ വേഗത്തിൽ അനുമതി നൽകിയിരിക്കുന്നത്. ഇത് കേവലം ഒരു ഭൂമി കൈമാറ്റം മാത്രമല്ല, മറിച്ച് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നു എന്ന വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് നൽകുന്നത്. കേന്ദ്ര സംസ്ഥാന സാരഥ്യങ്ങൾക്കിടയിലുള്ള ഈ ഐക്യം ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നതിൽ തർക്കമില്ല. ദേശീയ സുരക്ഷയുടെ ചരിത്രപരമായ പശ്ചാത്തലവും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നേരിട്ട അവഗണനകളും പരിശോധിക്കുമ്പോൾ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് ശേഷം ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ നടത്തിയ ഇന്ത്യയിൽ നിന്ന് ചിക്കൻ സ്നെക്ക് വേർപെടുത്തി ഗ്രേറ്റർ ബംഗ്ലാദേശ് സ്ഥാപിക്കും എന്ന പ്രഖ്യാപനം അതീവ ഗൗരവത്തോടെയാണ് പ്രതിരോധ വിദഗ്ധർ കാണുന്നത്. കേവലം 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള സിലിഗുരി കൊറിഡോർ ലക്ഷ്യമിട്ട് അയൽരാജ്യം കാലങ്ങളായി പ്രോത്സാഹിപ്പിച്ച അനധികൃത കുടിയേറ്റങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മമതാ ബാനർജി സർക്കാർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തി തടസ്സവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ മാൽഡ, മുർഷിദാബാദ് തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിൽ ജനസംഖ്യാപരമായ അട്ടിമറികൾ നടന്നു കഴിഞ്ഞിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 1947 ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഈസ്റ്റ് പാകിസ്ഥാന് ഇടം നൽകിയതിൻ്റെ പ്രത്യാഘാതങ്ങൾ രാജ്യം ഇന്നും അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് 1971 യുദ്ധത്തിൽ ലക്ഷത്തോളം പാക് സൈനികരെ കീഴ്പ്പെടുത്തിയിട്ടും തന്ത്രപ്രധാനമായ ചിറ്റഗോങ് തുറമുഖം ഇന്ത്യയുടെ ഭാഗമാക്കാതെ ബംഗ്ലാദേശിന് വിട്ടു നൽകിയ അന്നത്തെ കോൺഗ്രസ് സർക്കാർ നിലപാട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സമുദ്ര വ്യാപാര സാധ്യതകളെയും വികസനത്തെയും എന്നേക്കുമായി തടഞ്ഞു എന്നാണ് ആക്ഷേപം. ഈ ചരിത്രപരമായ പിഴവുകൾ തിരുത്താനും ഏത് ഇന്ത്യാവിരുദ്ധ ശക്തികൾക്കും പായവിരിക്കുന്ന ബംഗ്ലാദേശിന്റെ ഭീഷണിയെ ചെറുക്കാനുമായി
കേന്ദ്ര സർക്കാർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് അതിവേഗ ട്രെയിൻ സർവീസുകളും ആർമി എയർഫോഴ്സ് ബേസുകളും സ്ഥാപിച്ച് ശക്തമായ പ്രതിരോധം തീർത്തു കഴിഞ്ഞു. അതിർത്തി സുരക്ഷയ്ക്ക് പുറമെ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുതിയ സർക്കാർ വഴിയൊരുക്കിയിട്ടുണ്ട്. BSFന് നൽകിയ ഭൂമിക്ക് പുറമെ ദേശീയപാത അതോറിറ്റിക്കും മറ്റ് കേന്ദ്ര ഏജൻസികൾക്കുമായി വലിയ തോതിൽ ഭൂമി കൈമാറാൻ മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. ജംഗിപ്പൂർ, ഒമർപൂർ, കൃഷ്ണനഗർ വഴി ബംഗ്ലാദേശ് അതിർത്തിയിലെ ഖോജാദംഗ വരെ നീളുന്ന ദേശീയപാത 312ന്റെ വലിയൊരു ഭാഗം ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. കൂടാതെ തന്ത്രപ്രധാനമായ സേവോക്ക് ആർമി കണ്ടോൺമെന്റ് മുതൽ കാലിപാങ് വരെയുള്ള പശ്ചിമ ബംഗാൾ സിക്കിം അതിർത്തി പാതയും പുതിയ ദേശീയപാതയായി വികസിപ്പിക്കും. ഭൂട്ടാൻ അതിർത്തിയിലേക്കുള്ള ഹാസിമാര ജയ്വാഗ് പാതയും ബംഗ്ലാദേശ് അതിർത്തിയിലേക്കുള്ള ബാരാദിഗി മൈനാഗുരി പാതയും ഇതിൽ ഉൾപ്പെടുന്നു. സിലിഗുരി, കുർസിയാങ്, ഡാർജിലിംഗ് ഹിൽ റോഡിന്റെ നവീകരണവും കേന്ദ്ര ഏജൻസികൾ നേരിട്ട് ഏറ്റെടുക്കുകയാണ്. ഈ റോഡ് വികസന പദ്ധതികൾക്ക് കേവലം യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമല്ല ഉള്ളത്. ചൈന അതിർത്തി പങ്കിടുന്ന ഡോക്ലാം പോലെയുള്ള തന്ത്രപ്രധാന മേഖലകളിലേക്ക് ഇന്ത്യൻ സൈന്യത്തിന് അതിവേഗം ടാങ്കുകളും കനത്ത യുദ്ധ സാമഗ്രികളും എത്തിക്കണമെങ്കിൽ ഈ പാതകൾ അതീവ സജ്ജമായിരിക്കണം. കനത്ത മഞ്ഞുവീഴ്ചയോ ഉരുൾപൊട്ടലോ ഉണ്ടായാൽ പോലും ഗതാഗതം തടസ്സപ്പെടാത്ത രീതിയിലുള്ള ആധുനിക ഹൈവേകളാണ് കേന്ദ്ര സർക്കാർ ഇവിടെ ലക്ഷ്യമിടുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക ഉണർവിനും വിനോദസഞ്ചാര വികസനത്തിനും ഈ റോഡുകൾ വലിയ സംഭാവന നൽകും. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഇത് സഹായിക്കും. ദേശീയ സുരക്ഷയെ പ്രാദേശിക രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ബലികഴിക്കരുത് എന്ന വലിയ പാഠമാണ് ഈ സംഭവ വികാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ ശക്തമായ ആഭ്യന്തര നിയന്ത്രണവും കേന്ദ്രവുമായി ഒത്തുപോകുന്ന ഭരണ സംവിധാനവും അത്യാവശ്യമാണ്. സിലിഗുരി കൊറിഡോറിലെ പുതിയ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ കവചത്തെ കൂടുതൽ സദൃഢമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചിക്കൻ സ്നെക്ക് ഇനി ഇന്ത്യയുടെ ദുർബലമായ ഒരു ഭാഗമല്ല, മറിച്ച് ശത്രുക്കൾക്ക് കടന്നു കയറാൻ ഭയപ്പെടുന്ന ശക്തമായ ഒരു പ്രതിരോധ കവചമായി മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.